Hello guys, welcome back to my YouTube channel. We are going to ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വൺ ഡേ ട്രിപ്പായിട്ട് ഊട്ടി വരെ പോകുന്നൊരു വ്ളോഗാണ്. സോ രാവിലെ ഒരു 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ വയനാട് നിന്ന് കുരങ്ങന്മാരെ കാണണം. അതൊരു നിർബന്ധമായ ആചാരമാണല്ലോ. സോ നമ്മൾ കുരങ്ങന്മാരൊക്കെ കണ്ട് നമ്മളൊരു ബൈക്ക് നിർത്തി അവിടെ കുറേ തേയിലത്തോട്ടം അവിടെ എത്തി നമ്മൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഊട്ടിയിലേക്ക് പിന്നെയും പോവാണ്. ഊട്ടി എത്തിയിട്ടില്ല. ഓക്കെ, വി ആർ ഗോയിങ് ടു ഊട്ടി. അങ്ങനെ നമ്മൾ ഊട്ടിയുടെ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഊട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. ഇവിടെയാണ് ഭയങ്കര കാറ്റ് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. വേറെ വണ്ടികളോ ആളുകളോ ഒന്നുമില്ല, നമ്മളും കുറച്ച് പച്ചപ്പും മരങ്ങളും കാറ്റും. ഹൈവ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കാറ്റുകൾ കൊണ്ട് സോ ഗായ്സ്, ദിസ് ഇസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നെയ് റോസ്റ്റാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൈ അനക്കാൻ കഴിയില്ല, പക്ഷെ അനക്കും. ഗൈസ് വൻ തണുപ്പാണ്. തണുപ്പോട് എന്ന് പറഞ്ഞാൽ തണുപ്പ് 88 തണുപ്പേനു. അങ്ങനെ ഇത് കുറേ മരങ്ങൾ. ഇത് നല്ല ഭംഗിയുള്ള കാഴ്ച ഗൈസ്. ഇത് നമ്മൾ ക്യാമറ കാണുന്നതിനെക്കാട്ടിയും നേരിട്ട് ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് വേറെ ആരോ വിളിച്ചത്, ഞാൻ വിചാരിച്ചിന്നെ വിളിക്കുകയെന്ന്. ഞാൻ പേടിച്ചേ. ഓക്കെ, പേടിച്ചെന്നല്ല, ആക്ച്വലി നമ്മൾ വെറുതെ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ഊട്ടി എത്തി. സോ ഗായ്സ്, ഇതാണ് ഊട്ടിയിലെ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ ഊട്ടി ഷൂട്ടിംഗ് സ്പോട്ട് എന്നാണ് തോന്നുന്നു പറയാം. കിലുക്കം ഫിലിമൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത്. ഇന്ന് നമ്മളുള്ളത് ഊട്ടിയിലാണ് ഗൈസ്. ഗൈസ് നല്ല രസമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തൊട്ട് കാണുന്നത് പച്ചപ്പാണ്, ഫുൾ പച്ചപ്പ്, പച്ചയോട് പച്ച. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്ത് മനോഹരമാണ് ഈ ഭൂമി എന്ന്. സോ ഗൈസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിപ്പട്ടണ സുമവാട. അപ്പം ഇവിടെ നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ഫാമിലിയെ. സോ കോമഡി ഗൈസ്, വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാണിയും പായൊക്കെ എടുത്ത് ഊട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഹലോ, ഓക്കെ, എന്താണ് ലൈഫ്. ഒരു തൽക്കാണി ഒരു പായ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ലെസൺ ഗായ്സ്. എനിക്ക് കുതിര സവാരി ചെയ്യണമെന്ന് നല്ല ആഗ്രഹം കുതിരനെ കണ്ടപ്പം. ഗായ്സ് ഫൈനലി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുതിര സവാരി. സോ നമ്മൾ കുതിര സവാരി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം 2025 ഫസ്റ്റത്തെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളുള്ളത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. നേരത്തെ ഹാപ്പിനെസ് ഒക്കെ പോയി ഇതിന് മൂഡ് മുഴുവൻ പോയി ഗൈസ്. എക്സ്പ്ലെയിൻ ചെയ്യും. സോ നമ്മൾ 2025 ആയിട്ട് പുതിയ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുതിര സവാരി ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ കുതിര സവാരി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ചെയ്യുന്നതിന് മുന്നേ എന്നോട് ഒരു പൈസ പറഞ്ഞ്, ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അതിൻ്റെ ഇരട്ടി പൈസ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നായിട്ട് എൻ്റെ 2025 തുടക്കം എനിക്ക് മനസ്സിലായി. തുടക്കത്തിലെ എന്തോ ഒരു മൂഡ് കംപ്ലീറ്റ് ഔട്ടായി ഗൈസ്. ഇനി കുതിര സവാരി ചെയ്യേണ്ടിയെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ സവാരി ചെയ്ത വീഡിയോ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യും, അത് വേറെ കാര്യം. എനിവേ ബൈ ഗൈസ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്യാരറ്റുമാണ് ഗൈസ്. ഇതൊരു ഫേവറേറ്റ് ക്യാരറ്റാണ്, വെജിറ്റബിൾ കഴിക്കാൻ, പച്ചക്കറി. ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം വഞ്ചനയിൽ കുടുങ്ങരുത് ഗൈസ്. ഞാൻ കുടുങ്ങിപ്പോയി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 300 എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയത്. അപ്പോൾ 1050 പറഞ്ഞു. എൻ്റെ ഹൃദയം തകർന്നു പോയി ഗൈസ്. അപ്പം 2025 ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പാളിപ്പോയി. വല്ലാണ്ട് അടി ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനില്ല. സോ സാഡ്. അപ്പം എന്തായാലും നമ്മൾ ഊട്ടിയിൽ വന്നു. നമ്മൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ എന്തൊരു വെയിലാ.
ഈ വെയിൽ കൊണ്ട് കറക്കൂലാന്ന് തോന്നുന്നു കേട്ടോ. കാലും ഇതാണ് നമ്മളെ മുഖമുണ്ട് ഇവിടെ വന്നതിന് ശേഷം തണുപ്പടിച്ചിട്ട് വെളുത്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ തണുപ്പത്ത് അതിനെ കൊണ്ട് ക്ലിയർ സ്കിന്ന് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 3-4 ദിവസം ഇവിടെ നിന്നിട്ട് ക്ലിയർ സ്കിന്നാക്കിയിട്ട് നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്താ പൗഡർ പോലെ ഉണ്ട് എല്ലായിടത്തും. അപ്പം അതെന്തോ സംഭവമാണ്. അപ്പം എന്തായാലും ഇതാണ് ഗായ്സ് നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചെടികളും പച്ചപ്പും ഹരിതാപകരമായ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, പൂക്കളും പിന്നെ താറാവ്. ഈ താറാവ് അവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു, നല്ല ഇണചേരുന്ന താറാവാണത് അല്ലേ. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി മസനഗുഡി വഴി ഊട്ടി വഴി മസനഗുഡിക്കാണ് വന്നത്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ വരുന്ന വഴി കണ്ട കാഴ്ചകളാണ് ഈ മാന്, അതുപോലെ ഈ ആന, ലഹരിയും ഭൂമി സുന്ദരം. സോ ഗായ്സ്, നമ്മൾ സുന്ദരമായ ഭൂമിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മയിലിനെ കണ്ടു, കാട്ടുപന്നി, മാന് എല്ലാം ഉണ്ട്. വേറൊരു കൊമ്പനുണ്ട്, കൊമ്പനാണ് വരുന്ന വഴിക്ക് കൊമ്പനാണ്. നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുക, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഉമ്മ ഇവിടെ ശ്രദ്ധിക്കുന്നത് 50 അത് ഓർമ്മപ്പെടുത്തുന്ന ഞാൻ 50-ലാണ് പോകുന്നത്. നമ്മൾ നൈറ്റ് ഇതാണ് നമ്മുടെ വയനാട് വ്യൂ. അത് എൻ്റെ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഗൈസ്, അങ്ങനെ നല്ല ക്ലിയർ വിഷനായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.